ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കിയ സംസ്ഥാന സർക്കാരും സിപിഎമ്മും സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തിയതിനൊപ്പം കെട്ടിട നികുതി പെർമിറ്റ് ഫീസ് കുറച്ചതും അടിസ്ഥാന വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ഇടപെടലുകളും ഇതിന്റെ ഭാഗമാണ്. മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടൽ നടത്താനുള്ള തീരുമാനവും തിരുത്തലിന്റെ വേഗം കൂട്ടുമെന്നാണ് ഇടതുമുന്നണി കരുതുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായ വിഷയങ്ങൾ കണ്ടെത്തി സിപിഎം തിരുത്തിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടിത്തറയിളക്കിയ വോട്ട് ചോർച്ച പഴയ കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന ബോധ്യം നേതൃത്വത്തിനുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയതും സർക്കാർ വിരുദ്ധ വികാരവുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആദ്യ കാരണമെന്നാണ് സിപിഎം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിനൊപ്പം സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തു തീർക്കുക, ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങളിൽ ആവശ്യമായ പണം ലഭ്യമാക്കുക തുടങ്ങിയവയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളുടെ രത്നച്ചുരുക്കം. സാധാരണക്കാരായ ജനങ്ങളെ ഏറെ ബാധിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് നികുതി വർധനവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു രണ്ടാം ഘട്ടത്തിലുണ്ടായത്. അതും സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ. ആമേഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നതോടെ മാലിന്യ നിർമ്മാർജ്ജനവും സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ ഒന്നായി മാറി. സർക്കാരും പാർട്ടിയും അതിന്റെ വർഗ ബഹുജന സംഘടനകളും മാത്രം പോരാ, പ്രതിപക്ഷമടക്കമുള്ളവരെ ഇതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നേതൃയോഗത്തിൽ ഉയർന്നു വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര സർവകക്ഷി യോഗം വിളിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയുള്ള ജനകീയ ക്യാമ്പയിന് തുടക്കമിടാൻ തീരുമാനിച്ചത്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണ് കേഡർമാരായ ശാഖാംഗങ്ങളുടെ യോഗം വിളിക്കാൻ വേണ്ടിയുള്ള തീരുമാനവും നേതൃത്വം എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ടാകുമ്പോൾ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് തിരുത്തലുണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും വേഗത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.